യൂറോപ്പിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു സാധാരണ സമ്മറല്ല. അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഹീറ്റ് വേവ് ആണ്. സ്ഥിതി എത്ര സീരിയസ് ആണെന്ന് അറിയാമോ? ജർമ്മനിയിൽ റോഡുകൾ ലിറ്ററലി മെൽറ്റ് ചെയ്യുകയാണ്. ഡെൻമാർക്ക്, ചെക്ക് റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങളിലെ റോഡുകൾ തണുപ്പിക്കാനായിട്ട് വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് ഉപയോഗിക്കേണ്ട അവസ്ഥ. ഫ്രാൻസ്, ഇറ്റലി എന്നിവിടങ്ങളിൽ AC വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. UK-യിൽ ചരിത്രത്തിൽ ആദ്യമായി ജൂൺ മാസത്തിൽ തുടർച്ചയായി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഒരു കാലത്ത് തണുപ്പിന്റെ നാട് എന്ന് ലോകം വിളിച്ചിരുന്ന യൂറോപ്പ് ഇന്ന് ചൂടിൽ കത്തി നിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇതൊരു ടെമ്പററി ഹീറ്റ് വേവ് മാത്രമാണോ, അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകുന്ന അവസാന വാർണിംഗ് സിഗ്നൽ ആണോ? ഇന്ന് നമുക്കത് ഡീറ്റെയിൽ ആയി നോക്കാം. വെൽക്കം ടു സ്കോളാരി ഐഡിയസോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂറോപ്പിൽ ടെമ്പറേച്ചർ റെക്കോർഡ്സ് ഒന്നിന് പിന്നാലെ ഒന്നായി ബ്രേക്ക് ചെയ്യുകയാണ്. ഫ്രാൻസിലും സ്പെയിനിലും ടെമ്പറേച്ചർ 44 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. UK-യിലെ ജൂൺ ഹിസ്റ്ററിയിൽ ആദ്യമായി 3 ദിവസം തുടർച്ചയായി റെഡ് അലേർട്ട്, ടെമ്പറേച്ചർ 36 ഡിഗ്രിക്ക് മുകളിൽ. ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ 38 മുതൽ 41 ഡിഗ്രി വരെ. അതിലും ഷോക്കിംഗ് ആയത് എന്താണെന്ന് വെച്ചാൽ ഡെൻമാർക്കിലും ചെക്ക് റിപ്പബ്ലിക്കിലും 1874 ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ചൂടേറിയ ദിവസം ഈ വർഷമാണ് രേഖപ്പെടുത്തിയത്. ചിന്തിച്ചു നോക്കൂ, ഇവിടെ നമുക്ക് 40 ഡിഗ്രി സാധാരണ വാർത്തയാണ്, പക്ഷേ യൂറോപ്പിന് അത് ഡിസാസ്റ്ററാണ്. കാരണം അവരുടെ രാജ്യം, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും ഇത്രയും എക്സ്ട്രീം ഹീറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഡിസൈൻഡ് അല്ല. നമ്മുടെ നാട്ടിൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ വെന്റിലേഷൻ, എയർ ഫ്ലോ, ഹീറ്റ് റെസിസ്റ്റൻസ് എല്ലാം പരിഗണിക്കും. കാരണം നമുക്ക് ചൂട് പരിചിതമാണ്. പക്ഷേ യൂറോപ്പോ, അവരുടെ ബിൽഡിങ്സ്, റോഡുകൾ, റെയിൽവേ ട്രാക്ക് ഇതെല്ലാം സ്നോ, ഫ്രീസിങ് ടെമ്പറേച്ചർ, കോൾഡ് ക്ലൈമറ്റ് എന്നിവയെ നേരിടാൻ ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ അതേ ഇൻഫ്രാസ്ട്രക്ചർ 40 മുതൽ 45 ഡിഗ്രി ഹീറ്റിനെ നേരിടുകയാണ്. റിസൾട്ട് എന്താണ്? റോഡുകൾ പൊട്ടുന്നു, റെയിൽവേ ട്രാക്കുകൾ എക്സ്പാൻഡ് ചെയ്യുന്നു, ഇലക്ട്രിക് വയറുകൾ ഓവർ ഹീറ്റ് ചെയ്യുന്നു, പവർ ഗ്രിഡുകൾ കൊളാപ്സ് ചെയ്യുന്നു. അതായത് ചൂട് ആളുകളെ മാത്രം ബാധിക്കുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറിനെയും കൂപ്പുത്തുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇര മനുഷ്യരാണ്. ഹീറ്റ് സ്ട്രോക്ക് കാരണം ഇതിനോടകം 100 കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഫ്രാൻസിലും ബ്രിട്ടനിലും ആളുകൾ ചൂട് ആകാതെ നദികളിലും തടാകങ്ങളിലേക്കും ഒക്കെ എടുത്ത് ചാടുകയാണ്. പക്ഷേ അതിൽ പലരും മുങ്ങി മരിക്കുകയും ചെയ്യുന്നുണ്ട്. വീടുകളിൽ AC ഇല്ല, പുറത്ത് നിൽക്കാൻ കഴിയില്ല, അകത്ത് ഇരുന്നാലും ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങിയാലും ചൂട്. അങ്ങനെ ലിറ്ററലി കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും. ഇതിനിടയിൽ മറ്റൊരു വലിയ പ്രശ്നം തുടങ്ങി. യൂറോപ്പിൽ സാധാരണ AC ഉപയോഗം വളരെ കുറവാണ്. പക്ഷേ ഈ വർഷം ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ AC ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലും ഇറ്റലിയിലും പവർ ഗ്രിഡ് ഓവർലോഡായി. പല സ്ഥലങ്ങളിലും വൈദ്യുതി മുടങ്ങി. 1000കണക്കിന് വീടുകൾ ഇരുട്ടിലായി. അതായത് ചൂട് ഒഴിവാക്കാൻ വേണ്ടി AC ഓൺ ചെയ്തു, പക്ഷേ അത്രയും AC ഉപയോഗിച്ചതുകൊണ്ട് തന്നെ വൈദ്യുതി പോയി. ഇത് ബേസിക്കലി ഒരു വിഷ്യസ് സൈക്കിളായി മാറിയിരിക്കുകയാണ്. ഇനി അതിലും വലിയ പ്രശ്നം റെയിൽവേ നെറ്റ്വർക്കുകളാണ്. എക്സ്ട്രീം ഹീറ്റ് കാരണം റെയിൽവേ ട്രാക്കുകൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓവർഹെഡ് ഇലക്ട്രിക് വയേഴ്സ് വരെ ഹീറ്റ് കാരണം പ്രവർത്തനരഹിതമാകുന്നു. അതുകൊണ്ട് ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യുന്നു, സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് സിസ്റ്റം തന്നെ അത് ബാധിക്കപ്പെടുന്നു. അതോടൊപ്പം ഫ്രാൻസിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനും തിരിച്ചടി. സാധാരണ ഇവർ റിവേഴ്സിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കൂളിംഗ് നടത്തുന്നത്. പക്ഷേ ഈ വർഷം റിവറുകളിലെ വെള്ളം അല്ലെങ്കിൽ നദികളിലെ വെള്ളം പോലും അസാധാരണമായി ചൂടായി. കൂളിംഗ് എഫിഷ്യൻസി കുറഞ്ഞു, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വരെ കുറയ്ക്കേണ്ടി വന്നു. ഒരു ഹീറ്റ് വേവ് റോഡിനെയും റെയിൽവേയെയും പവർ സെക്ടറിനെയും ജനങ്ങളെയും ജീവിതത്തെയും ഒന്നിച്ചാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം, ഇത്രയും വലിയ ഹീറ്റ് വേവ് വന്നപ്പോൾ യൂറോപ്പ് എന്ത് ചെയ്യുന്നു? സത്യത്തിൽ അവർ ചെയ്യുന്നത് കേട്ടാൽ ആദ്യം കുറച്ച് തമാശയൊക്കെയായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതിന് പിന്നിൽ സാഹചര്യം മനസ്സിലാക്കിയാൽ അത് മോശമല്ല. അത് ബേസിക്കലി സർവൈവലാണ്. പാരീസിൽ ആളുകൾ കനാലിലേക്ക് ചാടുന്നു. ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ കനാൽ സെയിൻറ്റ് മാർട്ടിൻ എന്നൊരു പ്രശസ്ത കനാലുണ്ട്. സാധാരണയായി അവിടെ കുളിക്കുന്നത് അനുവദിക്കാറില്ല. പക്ഷേ ഈ ചൂടിൽ ആളുകൾ ബാരിക്കേഡ്സ് പോലും മറികടന്ന് നേരെ വെള്ളത്തിലേക്കാണ് ചാടുന്നത്.
അതൊക്കെയാണ് ഹീറ്റ് വേവിൻ്റെ അവസ്ഥ. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ ബാൻ ഡ്യൂറിങ് ഹീറ്റ് വേവ്. പാരീസ് അഡ്മിനിസ്ട്രേഷൻ മറ്റൊരു നിർണായക തീരുമാനം കൂടി എടുത്തു. പബ്ലിക് പ്ലേസിൽ ആൽക്കഹോൾ കൺസംഷൻ നിരോധിച്ചു. കാരണം ആൽക്കഹോള് ശരീരത്തെ വേഗത്തിൽ ഡീഹൈഡ്രേറ്റഡ് ആക്കും. അതോടെ ഹീറ്റ് സ്ട്രോക്ക് സാധ്യതയും മരണസാധ്യതയും കൂടും. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല, മറിച്ച് ഒരു പബ്ലിക് ഹെൽത്ത് മെഷറാണ്. പക്ഷേ ഇതൊന്നും അവസാനമല്ല. സൂകളിലും മൃഗങ്ങൾക്ക് ഐസ് ഫ്രൂട്ട്സ് കൊടുക്കുന്നു, AI ഉപയോഗിച്ച് മെട്രോ സ്റ്റേഷൻസ് നടപ്പിക്കുന്നു, സിറ്റി മുഴുവൻ കൂളിംഗ് ഐലൻഡ്സ് മാപ്പ് തയ്യാറാക്കുന്നു. ഇത്രയും അഡ്വാൻസ്ഡ് സൊല്യൂഷൻസ് വരെ യൂറോപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെ ചോദ്യം എപ്പോഴും ബാക്കി, എന്തുകൊണ്ടാണ് ഈ വർഷം മാത്രം യൂറോപ്പ് ഇത്രയും കത്തുന്നത്? ഹീറ്റ് ഡോം എന്നത് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ഇതിൽ എത്രത്തോളം ഉത്തരവാദിയാണ്? അതാണ് അടുത്ത ഭാഗത്തിൽ നമുക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കാനുള്ളത്. ഹീറ്റ് ഡോം യഥാർത്ഥ കാരണം സയൻറ്റിസ്റ്റ് പറയുന്നത് പ്രകാരം ഈ ഹീറ്റ് വേവിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളാണ്. ആദ്യത്തേത് ഹീറ്റ് ഡോം. ഹീറ്റ് ഡോം എന്ന പേര് കേൾക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം, പക്ഷേ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഒരു പ്രഷർ കുക്കർ ഇമാജിൻ ചെയ്യും. അതിനുള്ളിലെ സ്റ്റീം പുറത്തേക്ക് പോകാൻ കഴിയാത്തപ്പോൾ അകത്തെ ടെമ്പറേച്ചർ വരില്ലേ? ഹീറ്റ് ഡോം ഏകദേശം അതുപോലെയാണ്. അറ്റ്മോസ്ഫിയറിൽ ഒരു ശക്തമായ ഹൈ പ്രഷർ സിസ്റ്റം രൂപപ്പെടുന്നു. ആ ഹൈ പ്രഷർ സിസ്റ്റം ഒരു ഡോം പോലെ പ്രവർത്തിക്കുന്നു. താഴെയുള്ള ചൂടുള്ള വായുവിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല, പകരം അതിനെ വീണ്ടും വീണ്ടും താഴേക്ക് അമർത്തും. ഓരോ തവണയും വായു താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും ഉയരും. ഇങ്ങനെ 1 ദിവസം 2 ദിവസം 3 ദിവസം തുടർച്ചയായി ഹീറ്റ് ട്രാപ്ഡായി കിടക്കും. അതാണ് ഹീറ്റ് ഡോം. ഇത് യൂറോപ്പിൻ്റെ മുകളിൽ രൂപപ്പെട്ടപ്പോഴാണ് ടെമ്പറേച്ചർ അപകടകരമായ നിലയിലേക്ക് ഉയർന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പക്ഷേ ഹീറ്റ് ഡോം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തമാകുമായിരുന്നില്ല. യഥാർത്ഥ പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ വർഷം തോറും ഉയരുകയാണ്. അതിനർത്ഥം ഇന്ന് വീശുന്ന നോർമൽ ഹോട്ട് വിൻഡ് പോലും 30 വർഷം മുമ്പുള്ള അതേ ഹോട്ട് വിൻഡ് അല്ല, അത് കൂടുതൽ ചൂടാണ്, കൂടുതൽ അപകടകരമാണ്. ശാസ്ത്രജ്ഞർ പറയുന്നത് മനുഷ്യ സൃഷ്ടിച്ച ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലായിരുന്നെങ്കിൽ ഈ വർഷം യൂറോപ്പിൽ ഇത്രയും സിവിയറായ ജൂൺ ഹീറ്റ് വേവ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. നമുക്ക് യൂറോപ്പിൻ്റെ ചരിത്രം ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. 1750കളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രപരമായ കാർബൺ എമിറ്റേഴ്സിലൊന്നാണ്. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വ്യവസായവൽക്കരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ ഫോസിൽ ഫ്യൂൽസ് ഉപയോഗിച്ചു. ഇന്ന് ഏഷ്യയിലെ പല രാജ്യങ്ങളുടെയും എമിഷൻസ് കൂടുതലായിരിക്കാം, പക്ഷേ ചരിത്രപരമായി അന്തരീക്ഷത്തിൽ ഇതുവരെ ശേഖരിക്കപ്പെട്ട കാർബണിൻ്റെ വലിയൊരു പങ്ക് യൂറോപ്പിൻ്റെയും നോർത്ത് അമേരിക്കയുടെയും വ്യവസായവൽക്കരണ കാലഘട്ടത്തിൽ നിന്നാണ് വന്നത്. അതിനാലാണ് ക്ലൈമറ്റ് നെഗോഷിയേഷൻസിൽ ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന വിഷയം നിരന്തരം ഉയർന്നു വരുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് ക്രൈസിസിൽ ഒരു രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് മനുഷ്യരാശി മുഴുവൻ ചേർന്ന് സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയാണ്. എന്നാൽ അതിൻ്റെ ചരിത്രപരമായ തുടക്കം മനസ്സിലാക്കേണ്ടതും അത്ര തന്നെ പ്രധാനമാണ്. ഇനി ഇവിടെയാണ് ഏറ്റവും വലിയ ഐറണി വരുന്നത്. ഒരു കാലത്ത് തണുത്ത കാലാവസ്ഥയോട് പൊരുത്തപ്പെടുന്ന നഗരങ്ങൾ യൂറോപ്പ് നിർമ്മിച്ചു. AC ഇല്ലാത്ത വീടുകൾ, കോൾഡ് ക്ലൈമറ്റിന് അനുയോജ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, അതായിരുന്നു അവരുടെ യാഥാർത്ഥ്യം. പക്ഷേ ഇന്ന് കാലാവസ്ഥ മാറിയിരിക്കുന്നു. എക്സ്ട്രീം ഹീറ്റ് പുതിയ യാഥാർത്ഥ്യമായി മാറുന്നു. അതോടെ ഒരിക്കൽ ശക്തി എന്ന് കരുതിയ അതേ ഇൻഫ്രാസ്ട്രക്ചർ ഇന്നൊരു ദൗർബല്യമായി മാറുകയാണ്. പക്ഷേ യൂറോപ്പ് മാത്രമല്ല, ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം, ഈ പ്രതിസന്ധി യൂറോപ്പിൽ ഒതുങ്ങി നിൽക്കില്ല. ഇന്ന് അവിടെ ഹീറ്റ് വേവ്, നാളെ ഏഷ്യയിൽ ഫ്ലഡ്സ്, മറ്റൊരിടത്ത് ഡ്രൗട്ട്, വേറൊരു രാജ്യത്ത് വൈൽഡ് ഫയേഴ്സ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അതിർത്തികളില്ല, പാസ്പോർട്ടില്ല, വിസയില്ല. ഒരു രാജ്യത്തെ മാത്രം തിരഞ്ഞെടുത്ത് ആക്രമിക്കുന്നതുമല്ല, അത് മുഴുവൻ ഭൂമിയെയും ഒരുപോലെ ബാധിക്കുന്ന പ്രതിസന്ധിയാണ്. പക്ഷേ പ്രകൃതി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒന്നിന് പിന്നാലെ ഒന്നായി ഭൂമി നിരവധി വാർണിംഗ് സിഗ്നൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അന്റാർട്ടിക്കയിലെ ഡൂംസ്ഡേ ഗ്ലേഷ്യേഴ്സ്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, യൂറോപ്പിലെ നദികൾ, സീ ലെവൽ റൈസ്, ഇവയെല്ലാം വലിയൊരു കഥയുടെ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു ചോദ്യം, ഇന്ന് യൂറോപ്പ് പൊള്ളുകയാണ്,
പക്ഷേ ഇത് യൂറോപ്പിൻ്റെ മാത്രം കഥയാണ്. അല്ല, കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ നമ്മുടെ പ്രകൃതി ലോകത്തിന് ഒന്നിന് പിന്നാലെ ഒന്നായി ഒരുപാട് വാർണിംഗ് സിഗ്നൽസ് തന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലത് നമ്മൾ ശ്രദ്ധിച്ചു, പലരും അത് അവഗണിക്കുകയും ചെയ്തു. അപ്പോൾ യൂറോപ്പിൽ ഇന്ന് സംഭവിക്കുന്നത് ഒരു വിദേശ വാർത്ത മാത്രമല്ല, അത് നമ്മളെക്കുറിച്ചുള്ള വാർത്തയാണ്. അത് നമ്മളെല്ലാവരെയും കുറിച്ചുള്ള വാർത്ത കൂടിയാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചിന് രാജ്യങ്ങളുടെ അതിർത്തികളില്ല. ഇന്ന് യൂറോപ്പ്, നാളെ ഇന്ത്യ, മറ്റന്നാൾ മറ്റൊരു രാജ്യം. പ്രശ്നം എന്നും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഭൂമി ഒന്ന് മാത്രമാണ്, നമുക്കും മറ്റൊന്നില്ല. നിങ്ങൾക്ക് ഇത്തരം കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജിയോ പൊളിറ്റിക്സ്, ലോ, എക്കോണമി, സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ സിമ്പിളായും ഫാക്ട് ബേസ്ഡായും ബാലൻസ്ഡ് പെർസ്പെക്റ്റീവിലും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സ്കൊളാരിയ. കാരണം ഹെഡ്ലൈൻസ് എല്ലാവരും കാണും, പക്ഷെ അതിന് വലിയ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സ്കൊളാരിയ. ഞാൻ റോഷൻ ക്രിസ്റ്റോ, ഇത് സ്കൊളാരിയ. See you in the next video.